NSSന്റെ ഈ നിലപാട് മാറിയിട്ടുണ്ടോ? NSS അഫിഡവിറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ NS നിലപാട് മാറ്റിയിട്ടുണ്ടോ? ശബരിമലയിൽ ഇപ്പോഴുള്ള നിലപാടിൽ NS നിലപാട് മാറ്റിയിട്ടുണ്ടോ? പകരം NSSന്റെ നിലപാടിനോട് CPM അടുത്തു വന്നാൽ അതൊരു നല്ല കാര്യമായിട്ട് നമ്മൾ കാണണ്ടേ അഭിലാഷേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് രാവിലെ തന്നെ പോൾ അജണ്ട സെറ്റ് ചെയ്യുന്ന വിധത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അന്നത്തെ സർക്കാരിനെതിരെ, ഒന്നാം പിണറായി സർക്കാരിനെതിരെ നിലപാട് പ്രഖ്യാപിച്ച ആളാണ് ജി സുകുമാരൻ നായർ. ഓർക്കണം, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ അന്ന് അത്രമേൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തും നിശ്ചിതമായി LDFനെ വിമർശിച്ചിട്ടുണ്ട് NSS. SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള BDJS 2016 മുതൽ BJPയുടെ സഖ്യകക്ഷിയാണ്. 2016 BJPയുടെ അല്ലെങ്കിൽ NDAയുടെ താരപ്രചാരകനായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഹെലികോപ്റ്ററിൽ പറന്ന് NDAക്ക് വേണ്ടി, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാറ്റം വരികയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോക്കൂ, ഇടതുപക്ഷ വിരുദ്ധ നിലപാട് വളരെ നിശ്ചിതമായി സ്വീകരിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്രമുഖ സമുദായങ്ങളുടെ നേതാക്കൾ ഇന്ന് സർക്കാരിനെ അനുകൂലിക്കുകയും സർക്കാരിന് അനുകൂലമായി വർത്തമാനം പറയുകയും ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള ദുസ്വപ്നമാണ് BJPക്കും NDAക്കും ഒക്കെ നൽകുന്നത്? അഭിലാഷിൻ്റെ ആശങ്ക എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല അഭിലാഷേ. ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം NSSും SNDPയും രാഷ്ട്രീയ പാർട്ടികളല്ല. അവരാരെയും ജയിപ്പിക്കാറോ തോൽപ്പിക്കാറോ ഉള്ള പ്രസ്താവനകൾ നടത്താറോ അതിനുവേണ്ടി പ്രവർത്തിക്കാറോ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പകരം അവർ രണ്ട് സാമുദായിക സംഘടനാ നേതാക്കന്മാരാണ്. അവർക്ക് അവരുടേതായ നിലപാടുകളും ഓരോ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട്. അത്തരം വിഷയാധിഷ്ഠിതമായി അവരോട് സഹകരിച്ചിട്ടുണ്ട്, വിയോജിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ശബരിമല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് NSSന്റെ നിലപാടുകളോട് കൃത്യമായ BJPയുടെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ് NSS വെച്ച് പുലർത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും BJPയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ എന്ന കാര്യത്തിൽ പരിവാർ സംഘടനകളുടെ അയ്യപ്പ സംഗമം പന്തളത്തുണ്ടായിരുന്നല്ലോ. ഈ നാമജപ പ്രക്ഷോഭം തുടങ്ങിയതും ശബരിമല പ്രക്ഷോഭത്തിന് മുഖമായി നിന്നതും NSS ആയിരുന്നല്ലോ. NSS പോയോ? NSS വന്നോ? അഭിലാഷിന്റെ ഒരു അഭ്യർത്ഥന, മറ്റു രണ്ടുപേരും പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. പൊതുവിൽ BJPക്കാരും എന്തെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം. ആദ്യഘട്ടത്തിലെങ്കിലും മര്യാദയ്ക്ക് ഇടപെടാറില്ല. അല്ല, ഞാൻ അത് പറയുന്നേ, ഞാൻ അതും പറയും. നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തല്ലാതെ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഇഷ്ടമാതിരി സമയമില്ലേ, നിങ്ങൾ ആ സമയത്ത് ചോദിച്ചാൽ ഞാൻ അന്നേരം അതും പറയും. നിങ്ങൾ ചോദിച്ചാലും ഉത്തരം പറഞ്ഞോട്ടെ. അപ്പൊ ഇവരുമായിട്ടുള്ള ഒരു നിലപാടിനും നമ്മൾ പോയിട്ടില്ല. നോക്കൂ, NSSന്റെ ഈ നിലപാട് മാറിയിട്ടുണ്ടോ? NSS അഫിഡവിറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ NS നിലപാട് മാറ്റിയിട്ടുണ്ടോ? ശബരിമലയിൽ ഇപ്പോഴുള്ള നിലപാടിൽ NS നിലപാട് മാറ്റിയിട്ടുണ്ടോ? പകരം NSSന്റെ നിലപാടിനോട് CPM അടുത്തു വന്നാൽ അതൊരു നല്ല കാര്യമായിട്ട് നമ്മൾ കാണണ്ടേ അഭിലാഷേ? രണ്ടാമത്തെ കാര്യം, ഇന്ന് നിങ്ങൾ ആഘോഷിക്കുന്നത് എന്താ? ഒരു ആർഭാട സംഗമം നടന്നു, ചീറ്റി പൊട്ടി പാളീസായി പോയില്ലേ അഭിലാഷേ? നോക്കൂ, ഇന്നലെ ഏതോ ഒരു വലിയ നേതാവ് വന്ന് പറഞ്ഞു അത് AI ഉണ്ടാക്കിയതാണ് എന്ന്. ഇന്ന് ശബരിമല പരിപാടി നടത്തിയ ദേവസ്വം പ്രസിഡന്റ് വന്ന് പറയുന്നു 3000 കസേരയായിരുന്നു ഇട്ടത്. നേതാവ് പറഞ്ഞത്, അരുൺകുമാറിന്റെ നേതാവ് പറഞ്ഞത് 4600 ആൾ വന്നു എന്നാണ്. ഇന്ന് ദേവസ്വം പ്രസിഡന്റ് പറയുന്നു 3000 കസേര ഇട്ടു, ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടാക്കാൻ വന്നു, അതുകൊണ്ട് ഞങ്ങളത് പൊളിഞ്ഞു പോയി. ഇന്നിപ്പോൾ വേറൊരു വാർത്ത വന്നിരിക്കുന്നു, പമ്പ മാലിന്യ പ്ലാന്റിൽ 1/2 കോടി രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ നശിച്ചിരിക്കുന്നു. ഇനി അഭിലാഷ് ചോദിച്ച ഇപ്പോഴത്തെ ഇടപെട്ട് ചോദിച്ച ചോദ്യം, അഭിലാഷേ, BJP സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെ അഭിപ്രായത്തിനനുസരിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾ ആ അർത്ഥത്തിൽ പരിവാർ സംഘടനകൾ ഒരു സംഗമം സംഘടിപ്പിച്ചു. എന്തായിരുന്നു അഭിലാഷേ? നിങ്ങളുടെ മാധ്യമപ്രവർത്തകന്മാരുണ്ടായിരുന്നല്ലോ. ഈ സാമുദായിക സംഘടനാ നേതാക്കന്മാർക്ക് വിയോജിക്കാനും സഹകരിക്കാനും ഒക്കെ ഉണ്ട്, പക്ഷെ നിലപാടുകളൊന്നായിരുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാർ ഞെട്ടിയോ? അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടിയോ അത് കേട്ടപ്പോൾ? രണ്ടും താരതമ്യം ചെയ്തുവോ? അപ്പോൾ ഒന്ന് പൊളിഞ്ഞപ്പോൾ മറ്റത് വെറും 15 ലക്ഷം രൂപയിൽ താഴെ ചെലവഴിച്ചത് 7.5 കോടി ചെലവഴിച്ചതിനേക്കാൾ വലിയ വിജയമായിരുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന കാര്യം നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. പിന്നെ അരുൺകുമാർ എന്തൊക്കെയോ പറഞ്ഞു, ഏതോ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടോ. അരുൺകുമാറെ, നിങ്ങൾ മാവേലി സ്റ്റോറിലൊന്ന് പോയാൽ ഈ അഭിപ്രായം പറയില്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ പനി വന്നു പോയാൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പറയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെന്നാൽ നിങ്ങളുടെ അഭിപ്രായം പറയില്ല. പെൻഷൻ ആനുകൂല്യം കിട്ടാതെ മരണപ്പെട്ട പെൻഷൻകാരുടെ ആരുടെയെങ്കിലും വീട്ടിൽ അരുൺകുമാർ പോയാൽ ഈ അഭിപ്രായം പറയില്ല. വക്കീൽ ഫീസും കിട്ടി സുഭിക്ഷമായി ജീവിക്കുന്ന ആളുകൾക്കൊന്നും ഈ പ്രയാസം മനസ്സിലാവില്ല.
ക്ഷേമ പെൻഷൻ കിട്ടാത്ത ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നാൽ നിങ്ങളിത് പറയില്ല. കർഷകർ നെല്ല് കൊടുത്ത വിലയ്ക്ക് അളക്കാൻ കിട്ടാത്തവന്റെ അഭിപ്രായം കേട്ടാൽ നിങ്ങൾ ഈ സർക്കാർ കൊള്ളാമോ അതുകൊണ്ട് കൊള്ളരുതാത്ത സർക്കാരാണോ തുടങ്ങിയ ചർച്ച നമുക്ക് ഭാവിയിലും നടത്താം. അതിന് ധാരാളം സമയമുണ്ടല്ലോ. ശ്രീ ജയേന്ദ്രമാഷെ, ഇന്ന് ഓൺ റെക്കോർഡ് ജി സുകുമാരൻ നായർ പറഞ്ഞത് ഞാൻ അങ്ങയോട് പറഞ്ഞുതരാം. വിശ്വാസ സംരക്ഷണ നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിലെ BJP സർക്കാർ അങ്ങനെ കൊണ്ടുവന്നില്ല. അത് അയ്യപ്പ വിശ്വാസികളോട് ചെയ്ത വഞ്ചനയാണ്. കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരാത്മാർത്ഥതയുമില്ല. BJPയും കോൺഗ്രസും ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് കള്ളക്കളി കളിക്കുകയാണ് ചെയ്തത്. വ്യക്തമായ നിലപാട് അവർക്കില്ല. ജി സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ്. അതിനോട് പ്രതികരണമുണ്ടോ താങ്കൾക്ക്? അഭിലാഷേ, അങ്ങനെ വിശ്വാസമില്ലായിരുന്നെങ്കിൽ 12 എത്ര ആള് വരുമായിരുന്നോ? ഇപ്പൊ രാഷ്ട്രീയമായി അല്ല ജയേന്ദ്രമാഷേ, ഇപ്പൊ നിങ്ങളുടെ പരിവാർ സംഘടനകൾ വിചാരിച്ചാൽ അതിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ആളുകളെ അറേഞ്ച് ചെയ്യുന്നതാണോ വലിയ കാര്യം? ഞാൻ നിലപാട് പറയാം അഭിലാഷേ, ഞാനൊന്ന് നിലപാടുകൂടി പറഞ്ഞോട്ടെ. ഞാനൊന്ന് താരതമ്യം ചെയ്ത് മാത്രമല്ലേ. ഇനി BJPയുടെ കോടതി ഇടപാടും നിയമനിർമ്മാണവുമായുള്ള നിലപാട് ഞാൻ അഭിലാഷോട് കൃത്യമായിട്ട് പറയാം. BJP നിയമനിർമ്മാണത്തെ അവസാനത്തെ പടിയായിട്ടാണ്. നോക്കൂ, അയോധ്യ സംഭവം ഉണ്ടായി. അയോധ്യ സംഭവം 14 കൊല്ലത്തോളമായി, 11 കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ചു BJP അയോധ്യ സംഭവം പരിഹരിച്ചത് നിയമനിർമ്മാണത്തിലൂടെയാണോ അഭിലാഷേ? ഒരു നിയമം നിർമ്മിച്ചിട്ടാണ്. നിങ്ങളൊക്കെ ഒരുപാട് ബഹളം ഉണ്ടാക്കി നോക്കി. പല തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP നിയമം ഉണ്ടാക്കി. BJPയുടെ നിലപാട് അതല്ല അഭിലാഷേ. അയോധ്യ വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താ? അത് കോടതിയുടെ പരിഗണന വിഷയമാണ്. കോടതിയുടെ പരിഹാരം ഉണ്ടാക്കും. ഇന്ന് ഞങ്ങൾ പറയുന്നു അഭിലാഷ്, ശബരിമല വിഷയം ഇടതുപക്ഷ ഗവൺമെന്റിന് പോലും പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ട് നിലപാട് മാറ്റേണ്ടി വന്നില്ലേ? അവരൊരു ഉറപ്പ് നായർക്ക് കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. എന്താ അവര് അഫിഡവിറ്റ് തിരുത്താം കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. സ്ത്രീ പ്രവേശനത്തിനെതിരായി അനുകൂലമായി ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് അരുൺകുമാർ പറയട്ടെ. നിലപാട് മാറിയാൽ NSSന്റെ നിലപാടിനോട് CPM വന്നാൽ NSSന്റെ സ്വാഗതം ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? മറിച്ച് BJP ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട്. നിങ്ങൾ ഈ പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട്, തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്നലെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രമേയം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. അത് നിയമപരമായി ഫെഡറൽ സംവിധാനത്തിൽ എന്തുമാത്രം ഇടപെടാൻ സാധിക്കും? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരാധനാലയങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ കേരളത്തിൻ്റെ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ കാര്യത്തിൽ ഏത് തരത്തിൽ ഇടപെടാൻ സാധിക്കും? കൃത്യമായിട്ട് ഇടപെടലുകൾ തള്ളിക്കളയുന്നില്ല അഭിലാഷേ. അത്തരം കാര്യത്തിൽ കൃത്യമായിട്ട് BJP ഉണ്ടാകും. ആ കാര്യം അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വിശ്വാസമുണ്ട്. ഇനി മാതൃഭൂമിക്കും ചാനലുകൾക്കും വിശ്വാസമുണ്ടോ എന്ന് നോക്കേണ്ട കാര്യവും BJPക്കില്ല. ശരി, ഓക്കെ.